റിജി ലൂക്കോസ് ഇപ്പോൾ ഇടത് സഹയാത്രികൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റിജി ലൂക്കോസ്, സർക്കാരും പാർട്ടിയും മുന്നണിയും ഒരുപോലെ പ്രതിരോധത്തിലായി വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയും കീഴ്ക്കോടതി സ്വീകരിച്ചിട്ടുള്ള സമാന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ ഹർജി ഇപ്പോൾ തള്ളുന്നത്. ഇത് എത്രത്തോളം ആശ്വാസകരമാണ്, ഒപ്പം തന്നെ ആരുടെ ശരിയാണ്? ഇതിനകത്ത് ആശ്വാസം എന്ന വാക്കിനകത്ത് അർത്ഥമില്ല. കാരണം ഇതിന്റെ വസ്തുതകൾ ജനങ്ങൾ പൊതുജനത്തിൽ വഴി ഇവിടെ മാത്തിൽ കൂടുനാടൻ വീണ വിജയനെ എന്താ പറയാ പിന്നെ അനധികൃതമായിട്ട് പണം വാങ്ങിച്ചു, കൈമാറിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കി, ഒരു തൊഴിലും ചെയ്യാതെ ഒരു സേവനം ചെയ്യാതെ പൈസ 1 കോടി 72 കളക്ട് ചെയ്തു. എതിരെയാണ് അദ്ദേഹം ആദ്യം ഹർജി കൊടുക്കുന്ന മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അത് തള്ളി. പിന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതി അത് തള്ളി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിഷ്കരണം തള്ളി. ഇതിലൂടെ ബാധ്യതയുള്ള കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യതയെ പോലും അപമാനിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തിയ മോത്തിക്കുഴലാണ് അവരോട് ക്ഷമ പറയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളത് ആലോചിച്ച് ഇൻകം ടാക്സിന്റെ ഇന്റേണൽ സെറ്റിൽമെന്റ് നടത്തിയ ഒരു വിഷയത്തിലെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നത്. അതിപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ സംവിധാനത്തോടുള്ള വെല്ലുവിളിയല്ലേ? ആ വെല്ലുവിളികളുടെ ഇതിലൂടെ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ എംഎൽഎ കുഴൽനാടൻ ഉയർത്തിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്വകാര്യതയെ അവർ നിയമപരമായിട്ട് തന്നെ സെറ്റിൽ ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് കോടതി കൊണ്ടുപോകുക, മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവരുടെ വ്യക്തിഗത കുറെ നാളുകളായിട്ട് തന്നെ ഇത് തുടർന്നുകൊണ്ടിരിക്കുക. ഇത് വാസ്തവം പറയുന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം മോശമായ നമ്മുടെ രാഷ്ട്രീയത്തിലെയും പൊതുപ്രവർത്തകരുടെയും അല്ലെങ്കിൽ സാമൂഹികപരമായ ഇവിടെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നേരത്തെ വിജിലൻസ് കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു. പക്ഷേ ആ പരാമർശം തീർത്തും തിരുത്തുന്നുണ്ട് ഇവിടെ ഹൈക്കോടതി എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള പരാമർശം മാത്രമല്ല, തെളിവ് ഹാജരാക്കാൻ സാധിക്കുന്നില്ല, സാഹചര്യം ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് കോടതി പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ച ആളാണ്. രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ള പരാമർശം നീക്കിയതിനകത്ത് വലിയ അതിശയോക്തി ഒന്നുമില്ല. കാരണം ഈ ഹർജി തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തെ പിടിച്ച് നമ്മൾ ഇനി അതിനെക്കുറിച്ച് വക്രീകരണ ചർച്ചകൾ നടത്തുന്നത് ഒരു തരത്തിൽ യോജിക്കുന്നില്ലെന്നാണ് എന്റെ പക്ഷം. തന്നെയുമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന്റെ മകൾ ഇതിലൊന്നും ഒരു വ്യക്തിയാണെന്ന് നൽകി സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന മകളെ സമൂഹത്തിന് മുമ്പിൽ അഴിമതിക്കാരിയാണെന്ന് കൊള്ളക്കാരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള കോൺഗ്രസിന്റെയും മാത്യു എംഎൽഎയുടെയും കഠിനമായ ശ്രമങ്ങൾക്കാണ് ഇവിടെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ സാമൂഹികപരമായിട്ടുള്ള വസ്തുതകൾ, അതാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഹൈക്കോടതി കൂടി ഈ ഹർജി തള്ളുന്നത് മതിയാകുമോ? ഈ ഒരു വിഷയത്തിന്മേൽ ഇത്രയും വലിയ വിവാദമായിട്ടുള്ള വിഷയമാണ്, വലിയ രീതിയിൽ ചോദ്യമുനയിൽ സംശയമുനയിൽ പ്രതിരോധത്തിലായ വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെയാണ് ശരി തെറ്റില്ല എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ ഈ ഇപ്പോഴുള്ള ഈ ഒരു ഹൈക്കോടതിയുടെ ഇടപെടൽ മതിയാവോ? ഒന്നും മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറഞ്ഞ സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ്. അവർക്ക് പ്രായപൂർത്തിയായ ഒരു ലേഡിയാണ്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും ബിസിനസ് ചെയ്യാനും തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്. അതിന് മുഖ്യമന്ത്രി എന്തിനാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിമാനം ശരിച്ചു കിട്ടിയെന്ന് പറയുന്നത്? അതൊരു റിവ്യൂക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായത് കൈമാറലുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ട്, അദ്ദേഹം എന്തെങ്കിലും നടപടി സ്വീകരിച്ചത്. പക്ഷെ അവിടുത്തെ പണം വാങ്ങി ആരൊക്കെയാ? മുസ്ലിം ലീഗിന്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അവർ അവസാനം പറഞ്ഞു ഞങ്ങൾ അത് ടാക്സ് കൊടുത്ത് അത് സെറ്റിൽ ചെയ്തെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഭീമമായ കോടികൾ കൈപ്പറ്റിയത് UDF നേതാക്കന്മാരെന്നുള്ളത് വ്യക്തമായ രേഖ സഹിതം പുറത്തു വന്നപ്പോഴും